സെൽഫ് കറക്റ്റിംഗ് ഡെൻ്റൽ അനോമലീസ് യാതൊരുവിധ ദന്തചികിത്സയുടെയും സഹായം കൂടാതെ സ്വമേധയാ മാറിവരുന്ന ചില ദന്ത അപാകതകളെയാണ് സെൽഫ് കറക്റ്റിംഗ് അനോമലീസ് എന്ന് പറയുന്നത്. കുട്ടികൾ ജനിച്ച് സ്ഥിരപല്ലുകൾ വരുന്ന പീരീഡിലാണ് ഇത് കണ്ടുവരുന്നത്. ഇവ 3 സ്റ്റേജസായി കാണുന്നു: പ്രീഡെൻ്റൽ പീരീഡ്, പ്രൈമറി ഡെൻറ്റേഷൻ പീരീഡ് ആൻഡ് മിക്സ്ഡ് ഡെൻറ്റേഷൻ പീരീഡ്. ഫസ്റ്റ് പീരീഡ് പ്രീഡെൻ്റൽ പീരീഡ് അഥവാ പാൽപ്പല്ലുകൾ വരുന്നതിന് മുൻപേ ഉള്ള പീരീഡ്. ഈ പീരീഡിൽ കുട്ടികളുടെ കീഴ്ത്താടിയെല്ല് മേൽത്താടിയെല്ലിനേക്കാൾ കുറച്ചധികം ഉള്ളിലോട്ടായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ വായ അടയ്ക്കുമ്പോൾ ഗം പാഡ്സ് മുഴുവനായും കൂട്ടിയടയാതെ ഓപ്പൺ ബൈറ്റായി കാണപ്പെടുന്നു. പാൽപ്പല്ലുകൾ മുളച്ചു വരുന്നതും താടിയെല്ലുകളുടെ വളർച്ചയും കാരണം ഇവ തനിയെ കറക്റ്റ് ചെയ്യപ്പെടുന്നു. സെക്കൻഡ് പീരീഡ് പ്രൈമറി ഡെൻറ്റേഷൻ പീരീഡ്. കുട്ടികളുടെ വായിൽ പാൽപ്പല്ലുകൾ മാത്രമുള്ള പീരീഡാണ് ഇത്. പ്രധാനമായും 2 അനോമലീസാണ് ഈ സമയത്ത് കാണപ്പെടുന്നത്. ഒന്ന്, ഡീപ്പ് ബൈറ്റ്. കടിക്കുന്ന സമയത്ത് കീഴ്ത്താടിയിലെ പല്ലുകൾ മേൽത്താടിയിലെ ഉൾഭാഗത്തെ മോണയിൽ ചെന്ന് തട്ടുന്നു. 2, സ്പേസിംഗ്. പല്ലുകൾക്കിടയിൽ പൊതുവായിട്ടുള്ള വിടവുകൾ കാണുന്നു. ഇവയെല്ലാം 6 മുതൽ 7 വയസ്സാകുമ്പോൾ, അതായത് സ്ഥിരമായ മൊളാർ പല്ലുകൾ വരുമ്പോൾ ശരിയാവുന്നതാണ്. തേർഡ് പീരീഡ് മിക്സ്ഡ് ഡെൻറ്റേഷൻ പീരീഡ്. പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോകുകയും സ്ഥിരമായ പല്ലുകൾ മുളച്ചു വരുന്നതുമായ പീരീഡാണ് ഇത്. കുട്ടികളുടെ വായിൽ ഒരേ സമയം പാൽപ്പല്ലുകളും ചില സ്ഥിരപല്ലുകളും കാണുന്നു. ഈ സമയത്ത് വായിൽ പല്ലുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. അതുപോലെ പല്ലുകൾ ഓവർലാപ്പ് ചെയ്തു കിടക്കുകയും ചെയ്യുന്നു. ഇത് സ്ഥിരമായ കെനൈൻ ടീത്ത് വരുമ്പോൾ, അതായത് 10 മുതൽ 12 വയസ്സ് ആവുമ്പോഴേക്കും അത് ശരിയാവും. കുട്ടികൾ വളരുന്നതിനനുസരിച്ച് നാവിൻ്റെ പ്രഷറും താടിയെല്ലിൻ്റെ വളർച്ചയും കാരണം ഈ അപാകതകൾ കാലക്രമേണ ശരിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡെൻ്റൽ ക്ലിനിക്കുകളിൽ സ്ഥിരമായി കാണുന്ന മാതാപിതാക്കളുടെ ഇത്തരം വേവലാതികൾ ഇനി വേണ്ട. നിങ്ങളുടെ കുട്ടികളുടെ ഈ ഡെൻ്റൽ അനോമലീസ് എല്ലാം തന്നെ സ്ഥിരമായ പല്ലുകൾ വരുമ്പോൾ ശരിയാവുന്നതാണ്. 13 വയസ്സിന് ശേഷവും ഇതുപോലുള്ള അപാകതകൾ കാണുകയാണെങ്കിൽ നമുക്ക് ബ്രേസസ് ഇട്ട് ശരിയാക്കാവുന്നതാണ്.